ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിരയുടെ ആഗ്രഹം പോലെ തന്നെ വൃന്ദാവനത്തിൽ വെച്ച് നൂലുകെട്ട് ചടങ്ങ് നടത്താമെന്ന് സേതുമാധവൻ പറയുമ്പോൾ മാഷും കമലയും പറയുകയാണ്, വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സേതുവേട്ടാ. ചടങ്ങ് ഇവിടെ വെച്ച് നടത്താമെന്ന് നമ്മളെല്ലാവരും ചേർന്നല്ലേ തീരുമാനിച്ചത്. അത് അതുപോലെ തന്നെ നടന്നാൽ മതി. ഇത് കേൾക്കുന്ന അവന്തിക അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, ആതിരയുടെ ആഗ്രഹവും എല്ലാവരും എന്താ വേണ്ടെന്ന് വെക്കുന്നത്, അവള് കുഞ്ഞിൻ്റെ അമ്മയല്ലേ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ അനൂപ് പറയുകയാണ്, അന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അവന്തികയും കേട്ടതല്ലേ. കുഞ്ഞിന് പെട്ടെന്ന് വയ്യാതായാൽ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് എളുപ്പം. അതുമല്ല, ഈ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വെച്ച് തന്നെ നൂലുകെട്ട് നടത്തും, അത്ര തന്നെ. ഇനി ഇതിൽ ആർക്കും ഒരെതിരഭിപ്രായവും വേണ്ടെന്നും അനൂപ് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തികയും ആതിരയും. പിന്നീട് കാണിക്കുന്നത് ശിവരാമനെയാണ്. ശിവരാമൻ അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത് മേഡം, കുഞ്ഞിൻ്റെ നൂലുകെട്ട്. അതെ, നൂലുകെട്ട് നടത്താൻ പോകുന്നു. അതിനെന്താ? അത് പിന്നെ മേഡം, കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ലേ, അപ്പോൾ ഞാൻ വേണ്ടേ നൂലുകെട്ട് നടത്താൻ? താൻ എന്താടോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവന്തിക ചോദിക്കുന്നു. അത് പിന്നെ മേഡം, എൻ്റെ വീട്ടിലും ഒരു കുട്ടിയില്ലേ, ആ കുഞ്ഞിൻ്റെയും നൂലുകെട്ട് ചടങ്ങ് നടത്തണ്ടേ? അതിന് മേഡം എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഞാൻ ചെയ്യാമെന്ന് അവന്തിക പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. അല്ല ഏട്ടത്തിക്ക് എന്താ ആ ശിവരാമനുമായിട്ട് എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതുപോലെ? അയാൾ ചോദിക്കുമ്പോൾ ഏട്ടത്തി പണം കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. ഞങ്ങൾ തമ്മിൽ ഒരിടപാടുമില്ല. അയാളുടെ കുഞ്ഞിന് വേണ്ടിയ സഹായങ്ങളെല്ലാം അയാൾ എന്നോട് ചോദിക്കുന്നു, അത്ര തന്നെ. ഇനി അയാൾ പണത്തിന് വരുമ്പോൾ നിന്റെ അടുത്തേക്ക് വിടാം. ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടോണം എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക ധനുഷിനെ കാണാനായി ചെന്നിരിക്കുന്നതാണ്. ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ധനുഷ്. നെല്ലിശ്ശേരി ആകമാനം തകർത്തതിന് ശേഷം അവിടുന്ന് പോയി രക്ഷപ്പെട്ട് വേറെ എവിടെയെങ്കിലും ജീവിക്കാനായിരുന്നില്ലേ നമ്മുടെ പ്ലാൻ. എന്നിട്ട് നീ എന്താ ഇപ്പോൾ കാണിക്കുന്നത്? ഒരു താലിയും പിടിച്ചുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, മരുമകളായി ഇത്രയും നാളും അവിടെ ഉണ്ടായിട്ടും നിനക്ക് അവരുടെ രോമത്തിൽ പോലും തൊടാൻ സാധിച്ചില്ലല്ലോ. പക്ഷേ അതുപോലെയല്ലേ ഞാൻ. സ്നേഹം കാണിച്ച് ചതിച്ച് അവസാനം ആ നെല്ലിശ്ശേരി അപ്പാടെ ഞാൻ തകർക്കും. പിന്നെ എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിന്റെ ഒപ്പം മാത്രമായിരിക്കും. നമ്മുടെ കുഞ്ഞിനെ കൊന്നവരോട് പ്രതികാരം വീട്ടിയിട്ട് വേണം നമുക്ക് ഒന്നിച്ച് ജീവിക്കാനെന്നൊക്കെ ധനുഷ് പറയുമ്പോൾ ധനുഷിന്റെ വാക്കുകളിൽ വീണു പോവുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയും സച്ചിയും സന്ദീപും കൂടി സേതുമാധവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛാ, ഞങ്ങൾ സ്നേഹയുടെ കാര്യം പറയാനാ വന്നതെന്ന് സച്ചി പറയുന്നു. സ്നേഹയെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ അവളുടെ ജീവിതം നോർമൽ ആയിക്കോളുമെന്ന് സന്ദീപ് പറയുമ്പോൾ അർച്ചനയും അത് തന്നെ പറയുകയാണ്. ഇത് കേൾക്കുന്ന സേതുമാധവൻ പറയുകയാണ്, അന്ന് അവൾ ഉണ്ടാക്കിയ പുകില് നിങ്ങളും കൂടി കണ്ടതല്ലേ? അതല്ല അച്ഛാ, ഇപ്പൊ നല്ലൊരു ബന്ധം ഒത്തു വന്നിട്ടുണ്ട്. അർച്ചനയുടെ കൂട്ടുകാരുടെ അനിയനാണ്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നല്ല പയ്യനാണെന്നും സച്ചി പറയുമ്പോൾ എന്നാൽ അവരോട് ഒരു ദിവസം ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറയാൻ സേതുമാധവൻ പറയുന്നു. അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ സ്നേഹ അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ ഇങ്ങോട്ടേക്ക് വരുത്തിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാനിവിടെ കഴിയുന്നുണ്ടെങ്കിലും ധനുഷിന്റെ ഭാര്യയായി തന്നെയാണ് ഞാനിവിടെ കഴിയുന്നത്. അവനെന്നെ വിളിച്ചിറക്കിക്കൊണ്ടു പോയില്ല, അത്രമാത്രം. സ്നേഹയുടെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടാവുമെങ്കിൽ അത് ധനുഷ് മാത്രമായിരിക്കുമെന്നും സ്നേഹ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് എല്ലാവരും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി ധനുഷിനെ തല്ലിയ കാര്യമെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുന്ന സ്നേഹയാണ്. അതേസമയം സേതുമാധവൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ധനുഷിനെ മറക്കണമെന്നും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കണമെന്നുമാണ് മോളോട് അച്ഛന് പറയാനുള്ളതെന്ന് സേതുമാധവൻ പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, മറ്റുള്ളവരുടെ താല്പര്യത്തിനൊത്ത് ജീവിക്കാൻ എന്നെ കിട്ടില്ല. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ധനുഷിന്റെ ഒപ്പം മാത്രമായിരിക്കും. എൻ്റെ മോൾക്ക് എന്താ മനസ്സിലാകാത്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ സ്വത്തുക്കൾ മാത്രമാണ് അവൻ്റെ ലക്ഷ്യമെന്ന് സേതുമാധവൻ പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, അതൊക്കെ അച്ഛൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ധനുഷിന് അങ്ങനെ ഒരു വിചാരം പോലുമില്ല. എത്ര ബുദ്ധിമുട്ടി പട്ടിണി കിടന്ന് ജീവിച്ചാലും ശരി, ഞാനും ധനുഷും ഒരിക്കലും അച്ഛൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടില്ല. നീ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം നീ അവൻ്റെ ഒപ്പം മാത്രമേ ജീവിക്കൂ എന്നല്ലേ എന്ന് സേതു ചോദിക്കുമ്പോൾ സ്നേഹ പറയുകയാണ്, അതെ, അത് തന്നെ. ഒരു നിശ്ചിത സമയം വരെ ഞാൻ ഇവിടെ നിൽക്കൂ, അത് കഴിഞ്ഞ് ഞാൻ അവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോകും. ഇത് കേൾക്കുന്ന സേതുമാധവൻ ദേഷ്യത്തോടെ പറയുകയാണ്, അത്രയും സമയം നീ കാത്തിരിക്കണ്ട. എന്റെ ചെലവിന് നിൽക്കുമ്പോൾ അനുസരണക്കേട് കാണിക്കാൻ ഇവിടെ പറ്റില്ല. നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോ. ധനുഷ് വരുന്ന സമയം വരെ ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമെന്ന്
സ്നേഹ പറയുമ്പോൾ അത് പറ്റില്ലെന്നും ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണമെന്നും സേതുമാധവൻ പറയുന്നു. തുടർന്ന് സ്നേഹയെ ബലമായി പിടിച്ച് വീടിന് പുറത്തേക്ക് തള്ളി ഇറക്കുകയാണ് സേതുമാധവൻ. അവൻ വന്ന് വിളിക്കുന്നതുവരെ നീ നിൽക്കണ്ട, ഇവിടുന്ന് ഇപ്പൊ നീ ഇറങ്ങി പൊക്കോണം. എന്റെ സമ്പത്തിന്റെ സുരക്ഷയില്ലാതെ ചെല്ലുന്ന നിന്നെ അവൻ ആട്ടിയിറക്കിയില്ലെങ്കിലേ എന്റെ പേര് സേതുമാധവൻ എന്നല്ല. അർച്ചന സേതുമാധവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അർച്ചനയെ തള്ളിമാറ്റി അകത്തേക്ക് കയറി കഥ കടക്കുകയാണ് സേതുമാധവൻ. എല്ലാം കൊണ്ടും തകർന്നു നിന്ന് പൊട്ടിക്കരയുന്ന സ്നേഹയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.